2024 ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് OBCയുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിലും എങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് എത്തി എന്നുള്ളത് പെട്ടെന്നൊന്ന് പറയാം. ഇക്കഴിഞ്ഞ മെയ് 6-നാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2024 പുറത്തിറങ്ങുന്നത്. എല്ലാ തവണത്തെയും പോലെ റിപ്പോർട്ട് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശ് ഇല്ല എന്ന് മാത്രമല്ല, 2021 മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾ ഒന്നുമേ നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ ഒരു സംശയം, ഇതേ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ലേ UPയിലെ കാൺപൂരിലും സംബാലിലും ഒക്കെ വർഗീയ കലാപങ്ങൾ നടന്നത്? ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇക്കാലയളവിൽ UPയിൽ നടന്ന വർഗീയ കലാപങ്ങളുടെ ലിസ്റ്റ്, 50ഓളം വർഗീയ കലാപങ്ങളുടെ ലിസ്റ്റ് നമുക്ക് സിമ്പിൾ ഗൂഗിൾ സെർച്ചിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ NCRBയുടെ കണക്ക് ശരിയാണോ അല്ലയോ? ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2023 മണിപ്പൂരാകെ കത്തിയെന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വർഗീയ സംഘർഷങ്ങൾ. എന്നാൽ NCRB റിപ്പോർട്ടിൽ പറയുന്നത് 2023 മണിപ്പൂരിൽ വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. വിഭാഗീയ സംഘർഷങ്ങളുടെ എണ്ണം 4. കൂടുതൽ റിപ്പോർട്ട് ലിങ്ക് ഇൻ ബയോയിലുണ്ട്, വായിച്ചു നോക്കൂ.